അവളിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് എനിക്ക് ഇത് കിട്ടണം എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതേ അപ്രോച്ച് തന്നെ നമുക്കത് മായ്ക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കണം. ഇവിടെയാണ് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ 100% സ്ട്രെസ് മാറ്റുന്ന ഒരു സംഭവം ലോകത്തില്ല, ആങ്സൈറ്റി മാറ്റുന്ന സംഭവം ലോകത്തില്ല. നമുക്കതിനെപ്പറ്റി പഠനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ. ശരിക്കും ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കാണുന്ന പേഷ്യൻസിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ട് എന്നുള്ളൊരു ഗവേഷണം അല്ലെങ്കിൽ പഠനം നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമല്ലേ. അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. എത്ര റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്കാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും? ഇതൊരു വലിയ ടോപ്പിക്കാണ്. റിലേഷൻഷിപ്പ് ബ്ലോക്ക് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം രണ്ട് വ്യക്തികളല്ല അത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ജാതിയാണ്. ആ വ്യക്തിയുടെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സംസ്കാരമുണ്ട്. ജനിച്ചു വളർന്ന, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട, ഒരു വീട്ടിൽ ജനിച്ചു വളരുക എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് അതിൽ വരുന്നുണ്ട്. അച്ഛൻ, അമ്മ, അമ്മാവന്മാർ, ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ റിലേറ്റീവ്സ് എന്നൊക്കെ പറയുന്ന അവരുടെ നൈബേഴ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസോടുകൂടി വളർന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. മറ്റേ വ്യക്തി ഇതുപോലെ തന്നെ മറ്റൊരു സംസ്കാരമാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അത് തുറന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് തയ്യാറാകുന്ന ആൾക്കാർ കല്യാണം കഴിച്ചാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പല ചാലഞ്ചസും ഉണ്ടാവും. നമ്മൾ മിക്കവാറും പറയുന്ന ഒരുപാട് നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്നു എന്ന് നമ്മൾ കരുതുന്ന ഫാമിലികളൊന്നും അങ്ങനെയല്ല കഴിയുന്നത്. കാരണം എനിക്കറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതല്ല അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഫാമിലി ലൈഫിലേക്ക് വരുന്ന ഒരാൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്താതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു നയം. അതാണ് വേണ്ടത്. നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക, പ്രതീക്ഷിക്കാതിരിക്കുക. അവളിൽ നിന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് എനിക്ക് ഇത് കിട്ടണം എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതേ അപ്രോച്ച് തന്നെ മറ്റേ ആൾക്കും ഉണ്ടെങ്കിൽ അത് തരക്കേടില്ലാത്ത സ്മൂത്തായിട്ടുള്ളൊരു ജീവിതമായിട്ട് പോകും. അല്ലാതെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് ലൈഫിനെ നമ്മൾ എടുക്കുന്നതെങ്കിൽ മിക്കവാറും അതൊരു ചാലഞ്ച് തന്നെയായിരിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പലരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവർക്കുണ്ടാകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞത് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സുകളാണ്. എങ്ങനെ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു വിഷയമാണോ ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിൻ്റെ മുകളിൽ നമുക്കുള്ള കൺട്രോൾ പരിമിതമാണ്. ഇതെല്ലാം മിക്കവാറും നമ്മുടെ കണ്ടീഷൻഡാണ്, റെക്കോർഡഡാണ്. നമ്മുടെ പഴയ ഗ്രാമഫോൺ റെക്കോർഡ് ഓർമ്മയുണ്ടാവും പഴയ ജനറേഷനിലെ ആൾക്കാർ. മുമ്പ് ഇങ്ങനെ ഒരു നീഡിൽ വെച്ചിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പാട്ടുകൾ കേൾക്കും. അതായിരുന്നു അതിലൊരു ഇംപ്രിൻ്റ് ഉണ്ട് ആ ഡിസ്കിൻ്റെ മുകളിൽ. അതാണ് ആ സൂചി അതിൻ്റെ മുകളിൽ വെച്ച് അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഈ റെക്കോർഡിൻ്റെ മുകളിൽ ഈ സൂചി എടുത്ത് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതേ പാട്ടേ നമ്മൾ പാടും. ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം അവിടെ ഇംപ്രിൻ്റ് ചെയ്ത് അത് ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇതിന് നമുക്കത് മായ്ക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കണം. ഇവിടെയാണ് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ, ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതിനുള്ള എഫേർട്ട് എടുക്കുക തന്നെ വേണം. അത് എടുക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് പഴയ പോലെ തന്നെ ജീവിക്കാൻ പറ്റും. നെഗറ്റീവ് തോട്ട്സൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ബോധം മനസ്സുകൊണ്ട് നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ കഴിയില്ല. നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യണം. ആ പ്രാക്ടീസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ, ഇതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അല്ലാതെയുള്ള സൈക്കോ തെറാപ്പികൾ കൊണ്ടും നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് പേടി എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് എന്നതില്ലാതെ പെട്ടെന്ന് പേടി വരും. അത് അവരുടെ ജീവിതത്തിൽ വേറെ പ്രശ്നമൊന്നും ഇരിക്കും. വെറുതെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പേടി വരും, പെട്ടെന്ന് പാനിക് അറ്റാക്ക് വരും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതെപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴെങ്കിലും ഒരു ഷോക്ക് വന്നിട്ടുണ്ടാവും. ഒരു അൺകോൺഷ്യസ് ആയിട്ട് BP കൂടിയിട്ടോ മറ്റോ, അപ്പം നമുക്ക് പെട്ടെന്ന് പാനിക്കാവും, മരിക്കാൻ പോവുകയാണോ എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു വലിയ തോട്ടാണ്. മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഷോക്കാണ്. അതാണോ ഇപ്പം ഞാൻ മരിക്കാൻ പോവുകയാണോ എന്ന് വന്ന് നമ്മുടെ ബോധതലത്തെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. ഇതവിടെ ഇംപ്രിൻ്റ് ആയിട്ട് ഡീപ്പായിട്ട് അവിടെ കിടക്കും.
അപ്പോൾ ഇതെല്ലാ കാലത്തും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചെറിയൊരു പ്രൊവോക്കേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാനിക്കാവും. ഇനി ചില സമയത്ത് ചില ആൾക്കാരുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ചില ആൾക്കാർ ടൈം വെച്ചിട്ടാണ്, ഉച്ചയ്ക്ക് പാനിക്കാവുക, വീണ്ടും രാത്രി ഒരു 6 മണിക്ക് വീണ്ടും പാനിക്കാവുക, ഇങ്ങനെയൊക്കെ റൂട്ടീനിലൂടെ ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റൂ. അപ്പോൾ ഇതിന് മുഴുവനായിട്ടൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് തന്നെയാണോ? ഇതൊരു നല്ല ചോദ്യമാണ്. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സംസ്കൃതത്തിൽ സ്വാസ്ഥ്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സ്വാസ്ഥ്യയിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യ, മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യ, മലയാളത്തിൽ വേണമെങ്കിൽ സ്വാസ്ഥ്യം എന്ന് വേണമെങ്കിൽ പറയാം, വെൽബീയിങ്. ഇത് തിരിച്ചറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യ അല്ലെങ്കിൽ വെൽബീയിങ് നമുക്കൊരു 100% അല്ലെങ്കിൽ അതിനോടടുത്ത് നമുക്ക് പരിഹാരം പ്രതീക്ഷിക്കാം. ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം, ഹോസ്പിറ്റലിൽ കിടക്കാം, അല്ലെങ്കിൽ വേറെ ഹോമിയോ, ആയുർവേദം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് 100%, ഒരു വേദന വരുന്നു, 100% വയറുവേദന മാറ്റുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം, പ്രതീക്ഷിക്കാം. മാനസികമായ കാര്യത്തിൽ ഇത് സാധ്യമല്ല. ഇതൊരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. ഒരു സാധാരണ വ്യക്തി, ഒരു നോർമലായിട്ടുള്ള വ്യക്തി പോലും, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 20-30% ഞാൻ അബ്നോർമലാണ്. രാഹുൽ എങ്ങനെയാണ്? ലോകത്തൊരു വ്യക്തിയില്ല. അപ്പോൾ ഒരു 20-30% അബ്നോർമാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ആങ്സൈറ്റിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇവരങ്ങനെയല്ല. ഇവരവിടെ പെട്ടുപോയവരാണ്. അവിടെ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത ആൾക്കാരാണ് നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ. അവർ തിരിച്ചു വരുന്ന സമയത്ത് അതിനുള്ള തിരിച്ചു വരാനുള്ള ശ്രമം നടത്തണം. ഈ ഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോലെ തന്നെ അവരങ്ങോട്ടും പോകും, ആ ഭാഗത്തേക്ക് പോകും, തിരിച്ചു വരാൻ കഴിയണം. ഈ ഒരു സാധ്യതയാണ് അവർക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ 100% സ്ട്രെസ് മാറ്റുന്ന ഒരു സംഭവം ലോകത്തില്ല, ആങ്സൈറ്റി മാറ്റുന്ന സംഭവം ലോകത്തില്ല. അങ്ങനെ പ്രതീക്ഷിക്കരുത്. മൊത്തത്തിൽ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും മാറ്റാൻ കഴിയില്ല, സാധനമില്ല. എവിടെ പോയാലും പറ്റില്ല. നിങ്ങൾ ഡോക്ടറെ കാണുന്നു അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി ചെയ്യുന്നു, 100% സാധ്യമല്ല. കാരണം നോർമലായ വ്യക്തി തന്നെ 100% നോർമൽ അല്ല. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാലും പറ്റില്ല. വീണ്ടും വരുന്നതല്ല, നമുക്ക് അങ്ങോട്ട് പോവാം, തിരിച്ചു വരാം. ഒരു സാധാരണ വ്യക്തിക്ക് ജീവിക്കുന്ന പോലെ ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് മാക്സിമം എക്സ്പെക്റ്റേഷൻ. ഇപ്പൊ രാഹുലും ഞാനും ഒക്കെ ജീവിക്കുന്ന രീതിയിൽ മാക്സിമം അതിനോടടുത്ത് ചിലപ്പോൾ അവർ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂടുതലായിരിക്കും. സ്ട്രെസ്സിലേക്ക് പോയി എന്ന് വരാം, തിരിച്ചു വരണം, സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥ. രാഹുൽ ചിലപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് കുറേ കാലം ഇവിടെ നിൽക്കും, വീണ്ടും തിരിച്ചു പോകും. അത് ഓരോരുത്തരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനനുസരിച്ച്. ചിലർ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ട് പോകും, തിരിച്ചു വരും. ആ ഫ്രീക്വൻസി കുറച്ച് കൂടിയാലും പ്രശ്നം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരിക. അതിൽ നമുക്ക് കുറേ സമാധാനമൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ 100% ഇപ്പം തന്നെ നിൽക്കുന്ന വ്യക്തികളില്ല. 100% ഡിപ്രഷനില്ലാതെ ഈ ഭാഗത്ത് തന്നെ സന്തോഷത്തോടു കൂടി നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പുറം നിൽക്കുക, ചിലപ്പോൾ അപ്പോൾ ഭാഗത്തേക്ക് പോകും, വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഇപ്പോൾ പിന്നെ രോഗത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. നമുക്ക് അസുഖം വന്നാൽ അസുഖം മാറി എന്നുള്ളത് തന്നെയാണ്. മാനസികമായിട്ടുള്ള തലങ്ങളിൽ ഒന്ന് നമ്മൾ ഡോക്ടറെ കാണുന്നു, സൈക്യാട്രിസ്റ്റിനെ കാണുന്നു, മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അതൊരു ഒന്നാമത്തത് ഈ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ലൈഫ് മാനേജ്മെൻറ്റാണ് മിക്കവാറും. കാരണം ആ റൂട്ട് കോസ് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും മിക്കവാറും അവിടെ. അപ്പം നമുക്കൊരു 100% ഹീലിംഗ് ഒന്നും അവിടെയും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ലൈഫിനെ നമുക്ക് മാനേജ് ചെയ്ത് അത് നിർബന്ധമാണ് താനും. കാരണം മരുന്ന് കഴിക്കേണ്ട സ്ഥലത്ത് മരുന്ന് കഴിക്കുക തന്നെ വേണം. അതിന് ഏകനിഷ്ഠല്ല, ഞാൻ തന്നെ പ്രിഫർ ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ മരുന്ന് കഴിക്കണം എന്ന് പറയാറുണ്ട്. തൽക്കാലം ലൈഫിനെ മാനേജ് ചെയ്ത് പോകാൻ അതേ നിവൃത്തിയുള്ളൂ. പക്ഷേ സൈക്കോ തെറാപ്പി ചെയ്യണം. എല്ലാ മരുന്ന് കഴിക്കുന്നവരും, സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നവരും സൈക്കോ തെറാപ്പി ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ. എന്നാലേ അവർക്ക് ആ റിക്കവറി കുറച്ചുകൂടി സ്പീഡാക്കാൻ പറ്റും. പക്ഷേ ഇത് മിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ് ആണ് ഏറ്റവും എളുപ്പം. ഇപ്പം എല്ലാ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഹീലിംഗ് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന, വീഡിയോ കോൾ ചെയ്യാവുന്നതാണ്. അതിന് ടൈം സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോകത്ത് എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്നതാണ്. ചായ കുടിച്ച് സുഖമായിട്ട് വന്നിരുന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഹീലിംഗ് ആയി. അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കത് സപ്പോർട്ടാണ്. റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടും, ഡോസ് കുറച്ച് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു സംഗതി ലോകത്ത് പ്രകൃതിയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഹീലേഴ്സിനൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റൽസിലെല്ലാം. ഇവിടെ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് ഞാൻ പറയട്ടെ. സ്ട്രെസ് തന്നെയാണ് മിക്ക അസുഖങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം. എല്ലാത്തിനും എന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സ്ട്രെസ് വരുന്നു. സ്ട്രെസ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും,
ബോഡിയെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും. നെഗറ്റീവ് ഹോർമോൺസ്, കോർട്ടിസോൾ പോലുള്ള സംഗതികൾ ബ്ലഡിലേക്ക് പമ്പ് ചെയ്യും. ഇത് മിക്ക ഓർഗൻസിനെയും ബാധിക്കും. ഒരു കുറേ പീരീഡ് ഓഫ് ടൈമിൽ ഇത് വന്നു കഴിഞ്ഞാൽ മിക്ക ഓർഗൻസിനെ അത് ബാധിക്കും. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും, ഉറപ്പാണല്ലോ. ഇതൊന്നും ആർക്കും ചാലഞ്ചസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മിക്ക ക്രോണിക് ഡിസീസസിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലേ? അതെ. ഇപ്പം എത്ര പേര് കേരളത്തിലാകമാനം ഹോസ്പിറ്റൽസിൽ കിടക്കുന്നുണ്ടാവും ചികിത്സയിൽ? ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റും അവിടെയുണ്ട്. ഗൈനക്കോളജി ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, ഓർത്തോ ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാരണം? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? മിക്കവാറും ഡോക്ടർമാർക്ക് അതിൽ റോള് വളരെ കുറവായിരിക്കും. കാരണം സൈക്യാട്രിസ്റ്റുകൾ മാത്രമേ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിലുള്ളൂ. പിന്നെ സൈക്കോളജിസ്റ്റുകളാണ്. പിന്നെ അല്ലാതെയുള്ള ഹീലേഴ്സ്, മെഡിറ്റേഷൻ ട്രെയിനേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ വാങ്ങാം. യൂറോപ്പിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യാത്തത്? ഇതൊരു വലിയ ഗ്യാപ്പ് അവിടെയുണ്ട്. കാരണം ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ റിക്കവറി സ്പീഡാവും. രോഗം വന്നത് ഒരു കാരണമാണ്. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ റിക്കവറിക്ക് സ്പീഡ് കൂട്ടാൻ ഇവരുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ശരീരം തന്നെയാണ് ഹീൽ ചെയ്യുന്നത്, മരുന്നല്ല. മരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ്. നമ്മുടെ ബോഡി തന്നെയാണ് പ്രശ്നങ്ങളൊന്നും മാറ്റുന്നത്. ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനം മാത്രമാണ് മോഡേൺ മെഡിസിൻ ആയാലും ആരായാലും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ പറയും മരുന്ന് പ്രതികരിക്കുന്നില്ല, ശരീരം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണം ഇയാൾക്ക് ഇനി അധികം കാര്യമില്ല എന്നുള്ളത് തീർന്നൊന്നുമില്ല. അപ്പൊ ശരീരം പ്രതികരിക്കണം. ശരീരം പ്രതികരിക്കുന്നത് കൂടുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂട്ടിയാലുള്ള ഒരു സംഭവം. ഇതെല്ലാവർക്കും വ്യക്തമാണ്, എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ആരെങ്കിലും? ഇല്ല. ഡോക്ടർ അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡ് ഈ രംഗത്ത് തീരെ ശ്രദ്ധ കാണിക്കുന്നില്ല. അതിലെന്തെങ്കിലും ഗൂഢ ഉദ്ദേശം ഉണ്ടോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചെയ്തിരുന്നെങ്കിൽ റിക്കവറി സ്പീഡാകുകയായിരുന്നു. കുറച്ചുകൂടി പെട്ടെന്ന് പേർക്ക് വീട്ടിൽ പോകായിരുന്നു. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ മരുന്ന് കമ്പനികളാണ്. ഇവിടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ $1 ബില്യൺ കമ്പനികൾ അതിൻ്റെ മേളിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും മരുന്നുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് പോകാൻ കഴിയുന്ന നല്ലൊരു മാർക്കറ്റ് കേരളമാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും മരുന്നുകളാണ് കൂടുതലും. എന്ത് ഒരു ചെറിയ തലവേദന വന്നാൽ പോലും ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് മരുന്നും ഏത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകും. അപ്പൊ അതും ഒരു പങ്കല്ലേ ഇതിനകത്ത്? ഈ മരുന്നുകളും നമുക്ക് സ്ട്രെസ്സുകൾ കൂടുതൽ തരുന്നില്ലേ? മെയിൻ ആയിട്ടുള്ളൊരു പങ്കുണ്ട്. ഇത് ഞാൻ തന്നെ പറയുന്നതല്ല, ഡോക്ടേഴ്സ് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പല നല്ല ഡോക്ടേഴ്സും ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ മരുന്നിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിത രീതി ഹോസ്പിറ്റൽസിനെ ഒരു ഇന്റർനാഷണൽ കമേഴ്ഷ്യൽ സംഭവങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതി എന്നൊന്നും പറയുന്നത് കേരളത്തിനോ ഇന്ത്യക്കോ അത്ര ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല. ജനങ്ങൾക്ക് തീരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന എല്ലാ രീതികളെയും ഇവർ പുച്ഛിക്കുന്നുണ്ട്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ഇവരെ കയ്യിലൊന്നിട്ട് ഒരു സംഭവം ഇല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ സ്ട്രെസ്സ് ശരീരത്തിനെ ക്ഷീണിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അവരുടെ തന്നെ പുസ്തകങ്ങളിൽ അത് പറയുന്നുണ്ട്, പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു വെൽബീയിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ സ്ട്രെസ് മാനേജിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഗൈനക്കോളജിയിൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ പ്രഗ്നൻ്റ് ആണ്, ഒരു സ്ത്രീ പ്രഗ്നൻ്റായി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും സ്ട്രെസ്സ് കുറയ്ക്കണം, സ്ട്രെസ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. സ്ട്രെസ്സ് എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് അവർ വീട്ടിൽ പോയിട്ട്? അതിനുള്ള സംവിധാനമൊന്നും വീട്ടിലൊന്നുമില്ല. ഇപ്പം സ്ട്രെസ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴിയൊന്നും അവർക്ക് അറിയില്ല. അതിനുള്ള മെത്തേഡും സൗകര്യങ്ങളും ഹോസ്പിറ്റൽസിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവണ്ടേ? കാരണം അവരെയാണല്ലോ ഹോസ്പിറ്റൽസിനെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ അവൈലബിൾ ആയ സൗകര്യങ്ങളൊക്കെ നോക്കണം. അതിൽ മെഡിറ്റേഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ നോക്കണം, മറ്റ് എക്സസൈസുകളാണെങ്കിൽ എക്സസൈസുകൾ, അല്ലാതെയുള്ള പല കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പം മെഡിറ്റേഷൻ നല്ലൊരു സ്ട്രെസ് മാനേജ്മെന്റ് സംഭവമാണ്. വളരെ സുഖമായിട്ട് കാമായിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അയാൾക്ക് സ്ട്രെസ് കുറയുന്ന ഒരു ആവറേജ് സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ട്, മെഡിറ്റേഷൻ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറെ സൗണ്ട് ഹീലിംഗ്, അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് സ്ട്രെസ് കുറയ്ക്കുന്നത് അത് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്കത് വളരെ വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും ആവശ്യമില്ല. നമ്മളൊരു EEG എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്.
അത് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രാക്ടീസുകൾ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ സ്ട്രെസ് കുറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സ്ട്രെസ് കുറയുന്നുണ്ട്. ഇത് വളരെ മെഷർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ ഏത് ഹോസ്പിറ്റൽസിലും ഇങ്ങനത്തെ സംഗതികളുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുക, അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വലിയ ഹൈടെക് സംഭവമൊന്നുമല്ല. അപ്പം അത് ചെയ്ത് ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവരുടെ അമ്മയുടെ ആരോഗ്യം നന്നാവും, കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള അതാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, പിന്നെ ശാരീരികമായിട്ടുള്ള ഈ രണ്ട് കാര്യത്തിലും നല്ല കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇതിനെപ്പറ്റി ഹോസ്പിറ്റൽസോ മെഡിക്കൽ സയൻസോ പറയുന്നുണ്ട്, പക്ഷെ ഇത് ഏത് പറയണം ഏത് പറയണ്ടെന്നുള്ളതിനെ പറ്റി നല്ല വ്യക്തമായിട്ടുള്ള അജണ്ട അല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല ആളുകളും ഇതിനെ പുച്ഛത്തോടെ കാണാം. പിന്നെ എന്തിനാണ് ആശുപത്രിയും മെഡിക്കലും മരുന്നുകളും ഒക്കെ എന്തിനാണ് അതിലൊരു അർത്ഥമല്ല. കാരണം നമുക്ക് മെഡിസിൻ വേണ്ടടുത്ത് മെഡിസിൻ തന്നെ കഴിച്ച് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെയല്ല. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കാറ് പോലെയോ അല്ലെങ്കിൽ വേറെ ഒരു യന്ത്രം പോലെയോ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. ഇത് ഒരുപാട് സംഗതികൾ കിടക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു യന്ത്രമൊന്നുമല്ല. അവർ ഓയിൽ ഇട്ട് കഴിഞ്ഞാലോ അവർ ഓപ്പറേറ്റ് ചെയ്ത് സാധനം മാറ്റിയാലോ മാത്രം വർക്ക് ചെയ്യുന്ന സംഭവമല്ല ഇത്. അങ്ങനെ കാണുന്നത് തന്നെ അതിൻ്റെ പരിമിതമായിട്ടുള്ള ഒരു രീതി മാത്രമാണ്. ഇതിൽ എനർജീസ് ഉണ്ട്, പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റാത്ത തന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യസന്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് അവരെടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര പേരെ അവർക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം ഒരു 50, 100, 200 പേരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ 100 പേരുടെയും പ്രശ്നങ്ങൾക്ക് ഇവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരം. ഇല്ലേ? നല്ലൊരു ശതമാനം അല്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്ത ശതമാനം ആൾക്കാർക്ക് ഇവർക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. ഒരു രോഗിക്ക് 1 മിനിറ്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല, പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്കതിനെപ്പറ്റി പഠനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ. ശരിക്കും ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കാണുന്ന പേഷ്യൻസിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അസുഖം മാറുന്നുണ്ട് എന്നുള്ളൊരു ഗവേഷണം അല്ലെങ്കിൽ പഠനം നടക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമല്ലേ. ആ പഠനം നടത്തിയിരുന്നെങ്കിൽ റിവീൽ ചെയ്യും നല്ലൊരു ശതമാനം പേഷ്യൻസിനും എന്തില്ല, പരിഹാരം കിട്ടുന്നില്ല. അവർ ആ പ്രശ്നം കൊണ്ട് നടക്കുക മാത്രമല്ല, ഈ കഴിച്ച മരുന്നിൻ്റെയോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് അമേരിക്കയിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ അവർ കുറച്ചുകൂടി സത്യസന്ധരാണ്. അവിടെ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇഫക്റ്റ് എല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, സൈഡ് എഫക്റ്റ് കാര്യങ്ങളല്ല, എത്ര ശതമാനം ആൾക്കാർക്ക് ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജീവിക്കണ്ടേ? എനിക്കൊരു അസുഖം മാറുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുള്ളൂ.